യഥാർത്ഥത്തിൽ അഹ്ലുസുന്നക്ക് വേണ്ടി ഒരു കൂട്ടായ്മ ഒരു നാട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ ആ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുക, അതിനെ സഹായിക്കുക, അതിൻ്റെ ഭാഗമായി ചേർന്നു നിൽക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, ജമീഅൻ എന്നാണ്. എല്ലാവരും ഒന്നിച്ച് അല്ലാഹുവിന്റെ ഹബലിനെ മുറുകെ പിടിക്കുക, ഒറ്റക്കൊറ്റക്കല്ല. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിന്റെ കൂടെ നിൽക്കണേ എന്നാണ്. അലൈക ബി ജമാഅത്തിൽ മുസ്ലിമീൻ, നീ മുസ്ലിമീങ്ങളുടെ ജമാഅത്തിന് കൂടെ കൂടണമെന്നാണ് നബി തങ്ങൾ ഹുദൈഫത്തുൽ യമാനി കൊടുത്ത ഉപദേശം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ ആശയം വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും സലഫുകളുടെ മനഹജ് പ്രകാരം ഇവിടെ പ്രബോധനം ചെയ്യാനും പ്രാവർത്തികമാക്കാനും പഠിപ്പിക്കാനുമുള്ള ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ ആ കൂട്ടായ്മക്ക് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം. സാമ്പത്തികമായി സഹായിക്കണം, ശാരീരികമായി സഹായിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ ആവശ്യമാണ്. മാത്രവുമല്ല, ഒരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞത് ജമാഅത്തിനൊപ്പം മെച്ചം അവരുടെ ദുആ നിനക്ക് ഒന്നിച്ച് കിട്ടുന്നതാണ്. അത് വല്ലാത്തൊരു വാക്കാണല്ലോ. ഒരു സംഘമായി നിൽക്കുമ്പോൾ ഈ സംഘത്തിന്റെ പ്രാർത്ഥന എല്ലാവർക്കും കിട്ടും. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചോ എങ്കിൽ ഈ കൂട്ടായ്മയിൽ മെമ്പർഷിപ്പുള്ള, ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന, ഇതിനെ സഹായിക്കുന്ന എല്ലാവർക്കും ആ ദുആന്റെ ഒരു ഫലം കിട്ടൂലേ. പീസ് റേഡിയോയ്ക്ക് വേണ്ടി എത്രയോ മനുഷ്യന്മാർ ദുആ ചെയ്യുന്നു, ആ ദുആന്റെ ബഹിരം നമുക്ക് കിട്ടൂലേ. കാരണം എന്താ, പീസ് റേഡിയോ നമ്മളും കൂടെ ഒരു പങ്കുണ്ട്. ജാമിഅത്തുൽ ഹിന്ദിന് വേണ്ടി അനേകായിരം മനുഷ്യന്മാർ പ്രാർത്ഥിക്കുന്നു, ആ ദുആ നമുക്ക് എല്ലാവർക്കും കിട്ടൂലേ. നമ്മുടെ ജാമിഅ, നമ്മുടെ പീസ് റേഡിയോ, നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഈ ദുആ ഒന്നിച്ച് ലഭിക്കുന്നു. അതാ ഏറ്റവും വലിയ നേട്ടം.